ഹായ്, ഒരു സിങ്കിൻ്റെ വേസ്റ്റ് വെള്ളം നമ്മൾ തൊട്ടടുത്ത് ചാടിക്കാൻ നോക്കുക. ഇത് ഒരുപാട് ദൂരെ കൊണ്ടുപോയി ഇത് ചാടിക്കാൻ നോക്കരുത്. ഇത് വീടിൻ്റെ ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിലേക്ക് അങ്ങോട്ടാണല്ല പൈപ്പ് ഇട്ടേക്കുന്നത്. അത് ഫ്രണ്ടായതുകൊണ്ടായിരിക്കാം. അപ്പം ഈ സിങ്കിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു റൂമുണ്ട്. ആ റൂമും കിടന്ന് അതിൻ്റെ അപ്പുറയാണ് ഈ വേസ്റ്റ് വെള്ളം കൂടി ചാടിക്കുന്നത്. അപ്പം കംപ്ലൈൻ്റ് ആയിരുന്നു, കാരണം ഇത്രയും ദൂരം ആയതുകൊണ്ട് ഇത് മൊത്തം ബ്ലോക്ക് ആയിരുന്നു. എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വന്ന് നോക്കി. അപ്പം ഞാനൊരു പരിഹാരം കാണാൻ വേണ്ടി ഞാൻ ഈ സിങ്കിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലൈൻ ട്രാപ്പ് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ അടപ്പ് ഉരുവ, അതിൻ്റെ അകത്തുനിന്ന് വേസ്റ്റ് ഈ ഭക്ഷണസാധനങ്ങളെല്ലാം അടിഞ്ഞ് കിടക്കും. അന്നേരം പിന്നെ തൊട്ടപ്പുറം പിന്നെ ബ്ലോക്കായില്ല, അത് ട്രാപ്പിൽ നിന്ന് കോരിക്കളയുക. പിന്നെ അതിന് തൊട്ട് പുറകിലായിട്ട് ഒരു വെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നിൻ്റെ വെൻ്റാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഇപ്പോൾ ടാപ്പ് വഴിയോ ഇപ്പം മോട്ടർ വഴിയോ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഊറിലും കൂടെ പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് ബ്ലോക്ക് ആകുമായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എൻഡിങ് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. എൻഡിങ് ക്യാപ്പ് തുറക്കുക, അതിനകത്ത് മോട്ടറിൽ നിന്നോ ടാപ്പിൽ നിന്ന് നേരിട്ട് വെള്ളം അടിക്കുക. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഊറിലും കൂടെ നേരെ പുറത്തോട്ട് പോകും. അപ്പം അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല. നമ്മളിപ്പം ഒരു സിങ്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ട്രാപ്പ് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പം ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് ക്ലീൻ ആക്കിയാൽ മാത്രം മതി. വീടിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് പൈപ്പ് ഇട്ടിട്ടില്ല, ആ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. വീടിൻ്റെ ഒരു സൈഡാണ്. ഓക്കേ.